ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം സുന്ദരകാന്ഡം 57-ാമത്തെ സർഗം. ഉത്തരതീരപ്രാപ്തി. ഹനുമാൻ സമുദ്രത്തിൻ്റെ വടക്കേ കരയിലെത്തുന്നു. സചന്ദ്രകുസുമം രമ്യം സാർക്കകാരണ്ഡവം ശുഭം തിശേഷവണകാദംബം അഭ്രശൈവാലശാധ്വലം പുനർവസോ മഹാമീനം യോഹിതാംഗമഹാഗ്രഹം യരാവത മഹാദീപം സ്വാധീഹംസവിലോളിതം വാദസംഗാതജാലോർമി ചന്ദ്രാംശു ശിശിരാംബുമത് ഭുജംഗയക്ഷഗന്ധർവ പ്രബുദ്ധ കമലോത്ഫലം ഹനുമാൻ മാരുതഗതിർമഹാനൗരിവസാഗരം അപാരം അപരിശ്രാന്ത പുപ്ളുവേഗനാർണവം. ചന്ദ്രനാകുന്ന അമ്പൽപ്പൂവും സൂര്യനാകുന്ന കുളക്കോഴിയും പൂയം തിരുവോണം എന്ന നക്ഷത്രങ്ങളാകുന്ന അരയന്നങ്ങളും മേഘങ്ങളാകുന്ന കരിഞ്ചണ്ടിയും പുണർദമാകുന്ന മകരമത്സ്യവും ചൊവ്വയാകുന്ന വൻമുതലയും ഐരാവതമാകുന്ന ദ്വീപും ചോതിയാകുന്ന നീന്തിക്കളിക്കുന്ന അരയന്നവും കാറ്റിൻ്റെ ചലനമാകുന്ന തിരമാലകളും നിലാവാകുന്ന കുളിർ നീരും യക്ഷഗന്ധർവ നാഗങ്ങളാകുന്ന താമരകളും നീരോത്പലങ്ങളുമുള്ള അപാരമായ ആകാശസമുദ്രം മാരുത തുല്യ വേഗം മാറുന്ന ഹനുമാൻ വൻ കപ്പൽ സമുദ്രമെന്ന പോലെ നിഷ്പ്രയാസം നീന്തി. ഗ്രസമാന ഇവാകാശം താരാദിവ വിബോൾഖികൻ ഹരന്നിവത നക്ഷത്രം ഗഗനം സാർക്കമണ്ഡലം മാരുതസ്യാത്മജ ശ്രീമാൻ കബർവ്യോമജരോ മഹാൻ ഹനുമാൻ മേഘജാലാനി വികർഷന്നിവ ഗച്ഛതി. വായുപുത്രനും ശ്രീമാനും മഹാനുമായ ഹനുമാൻ ആകാശത്തെ വിഴുങ്ങുന്നുവോ എന്നും ചന്ദ്രനെ തൊട്ട് ഉരുമുന്നുവോ എന്നും സൂര്യനും താരകളും തിളങ്ങുന്ന ആകാശത്തെ അപഹരിച്ചു കൊണ്ടുപോകുന്നുവോ എന്നും മേഘമാലകളെ വലിച്ചിഴയ്ക്കുന്നുവോ എന്നും തോന്നും വിധം സാഗരോപരി തലത്തിലൂടെ സഞ്ചരിച്ചു. പാണ്ഡുരാരുണവർണാനി നീലമാർജിഷ്ടകാനിജ ഹരിതാരുണവർണാനി മഹാപ്രാണി ജഗാശിരേ. വെളുപ്പ്, ചുവപ്പ്, നീല, മഞ്ഞ കലർന്ന ചുവപ്പ്, പച്ച കലർന്ന ചുവപ്പ് എന്നീ നിറങ്ങളോടുകൂടി വൻമേഘങ്ങളെ ഹനുമാൻ കണ്ടു. പ്രവിശന്നഭ്രജാലാനി നിഷ്പദംശ്ച പുനഃ പുനഃ പ്രച്ഛന്നശ്ച പ്രകാശശ്ച ചന്ദ്രമായി ലക്ഷ്യതേ. മേഘങ്ങൾക്കിടയിൽ ഇടയ്ക്കിടെ കടന്ന് മുഴുവൻ മറഞ്ഞും അതുപോലെ പുറത്തുനിന്ന് പ്രകാശിച്ചും സഞ്ചരിക്കുന്ന ചന്ദ്രനെ പോലെ ഹനുമാൻ കാണപ്പെട്ടു. വിവിധാപ്രകനാപന്ന ഗോചരോധവളാംബര ദൃശ്യാദൃശ്യധനുർവീരസ്തഥാ ചന്ദ്രായതേംബരേ. അപ്പോൾ ശുഭ്രവസ്ത്രധാരിയായ ഹനുമാൻ പലതരം മേഘങ്ങൾക്കിടയിൽ മറഞ്ഞും വെളിപ്പെട്ടും ശരീരം കണ്ടും കാണാതെയും ആകാശത്തിൽ ചന്ദ്രനെ പോലെ തോന്നിച്ചു. താക്ഷ്യായമാണോ ഗഗനേ ബഭാസേവായുനന്ദന ധാരയൻ മേഘവൃന്ദാനി നിഷ്പദംശ്ച പുനഃ പുനഃ നിഷ്പദംശ്ച പുനഃ പുനഃ. മേഘജാലങ്ങളെ പലവട്ടം ഭേദിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട വായുനന്ദനൻ ആകാശത്തിൽ ഗരുഡനെ പോലെ വിളങ്ങി. നദന്നാദേന മഹതാ മേഘസ്വന മഹാസ്വന പ്രവരാൻ രാക്ഷസാൻ ഹത്വാ നാമവിശ്രാവ്യജാത്മന ആകുലാം നഗരീം കൃത്വാ വ്യദയിത്വാ ജരാവണം അർദ്ധയിത്വാ ബലം ഘോരം വൈദേഹീം അഭിവാദ്യ ച ആജഗാമാ മഹാതേജ പുനർമധ്യേന സാഗരം. രാക്ഷസ പ്രമുഖരെ വധിച്ച് സൈന്യത്തെ തകർത്ത് പട്ടണത്തെ പൊടി പൊടിയാക്കി രാവണനും ആശങ്കയുളവാക്കി സീതയെ സന്ദർശിച്ച് സ്വന്തം പേർ എല്ലായിടത്തും എത്തിച്ച് ഇടിനാദം പോലെ ഗർജിച്ച് ഒരിക്കൽ കൂടി സാഗരോപരിതലത്തിലൂടെ തേജസ്വിയായ ഹനുമാൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പർവ്വതേന്ദ്രം സുനാഭം ച സമുപസ്പൃശ്യ വീര്യവാൻ ജാമുക്ത ഇവ നാരാജോ മഹാവേഗോ വിവാഗമത്. വീരനായ അദ്ദേഹം മൈനാകപർവ്വതത്തെ സ്നേഹപൂർവ്വം തൊട്ടുതലോടിയ ശേഷം ഞാനിൽ നിന്ന് വിട്ട ബാണം പോലെ മഹാവേഗത്തിൽ ഗമിച്ചു. സ കിംചിതനോ സംപ്രാപ്ത സമാലോക്യ മഹാഗിരിം മഹേന്ദ്രം മേഘസങ്കാശം നനാദ ഹരിപുങ്കവ. ആ വാനരശ്രേഷ്ഠൻ അല്പം കൂടി അടുത്തെത്തിയപ്പോൾ മേഘസദൃശ്യമായ മഹേന്ദ്രപർവ്വതം കണ്ട് ഗംഭീരമായി ഗർജിച്ചു. സ പൂരയാമാസ കബർദിശോ ദശസമന്തത നദന്നാദേന മഹദ മേഘസ്വന മഹാസ്വന. ഇടിനാദം പോലുള്ള ഗർജനഘോഷത്താൽ അദ്ദേഹം 10 ദിക്കും മുഖരിതമാക്കി. സതം ദേശമനുപ്രാപ്ത സുഹദർശനലാലസ
നനാദഹരിശാർദൂലോ ലാംഗൂലം ചാപ്യകമ്പയത്. സുഹൃത്തുക്കളെ കാണാനുള്ള ബന്ധപ്പാടും സന്തോഷവും നിമിത്തം ആ ഹരിവീരൻ അവിടെ എത്തിയപ്പോൾ ഉച്ചത്തിൽ ആഹ്ലാദനാദം പുറപ്പെടുവിക്കുകയും വാൽവീശി ശുഭസൂചന നൽകുകയും ചെയ്തു. തസ്യ താൻ അദ്യമാനസ്യ സുവർണ ചരിതേപതി ഫലദീവാസ്യ ഘോഷേണ ഗഗനം സാർക്കമണ്ഡലം. ഗരുഡന്റെ സഞ്ചാരപഥത്തിലൂടെ വരുന്ന ഹനുമാന്റെ അട്ടഹാസത്താൽ സൂര്യമണ്ഡലത്തോടുകൂടി ആകാശം പിളരുന്ന പോലെ തോന്നി. ഏതു തത്രോത്തരേ തീരേ സമുദ്രസ്യ മഹാബലാഹ പൂർവം തംവിഷ്ടിദാശൂര വായുപുത്രദുക്ഷവ മഹതോ വായുനൂനസ്യ തോയദസ്യേവ ഗർജിതം ശുശ്രുവസ്തേ തഥാഘോഷം കുരുവേഗം ഹനുമത. കടലിന്റെ വടക്കേക്കരയിൽ ഹനുമാനെ കാണാൻ കൂടി നിന്നിരുന്ന ശൂരന്മാരും ബലവാന്മാരുമായ സുഹൃത്തുക്കൾ കാറ്റുലച്ച മേഘത്തിന്റെ മുഴക്കം പോലുള്ള ആ മഹാത്മാവിന്റെ ഘോഷത്തെയും ഊരുവേഗ ശബ്ദത്തെയും അപ്പോൾ കേട്ടു. തേ ദീനമനസഃ സർവേ ശുശ്രുഹു കാനനൗകസ വാനരേന്ദ്രസ്യ നിർഘോഷം പർജന്യാനിനദോപമം. വാനരവീരന്റെ മേഘനാഥ തുല്യമായ ഗർജനം മനവാസികളായ കവികൾ ഏവരും ഉത്കണ്ഠാകുലരായി ശ്രദ്ധാപൂർവം കേട്ടു. നിശമ്യ നദതോ നാദം വാനരാസ്തേ സമന്തത ബഭ്രൂരുത്സുഖാ സർവേ സുഹൃദർശനകാംക്ഷിണ. ദിഗന്ധങ്ങളിൽ മാറ്റൊലി കൊള്ളുന്ന ശബ്ദം കേട്ടറിഞ്ഞ് ആ വാനരന്മാർ സുഹൃത്തായ ഹനുമാനെ കാണാൻ കൊതിയോടെ വാർത്ത കേൾക്കാൻ ഔത്സുക്യത്തോടെ നിലകൊണ്ടു. ജാമ്പവാൻ സ ഹരിശ്രേഷ്ഠ പ്രീതി സംഹൃഷ്ടമാനസ ഉപാമന്ത്രി ഹരിൻ സർവാൻ ഹിതം വചനമബ്രവീത്. വാനരശ്രേഷ്ഠനും ഏവർക്കും പ്രിയപ്പെട്ടവനുമായ ജാമ്പവാൻ സന്തുഷ്ടചിത്തനായി വാനരന്മാരെ അടുത്തേക്ക് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. സർവദാ കൃതകാര്യോസോ ഹനുമാൻ നാത്ര സംശയ യസ്യാകൃതകാര്യസ്യ നാദ ഏവം വിദോ ഭവേത്. ഹനുമാൻ കാര്യം പൂർണ്ണമായും സാധിച്ചു കഴിഞ്ഞു എന്നതിൽ യാതൊരു സംശയവുമില്ല. കാര്യം സാധിക്കാതെ വന്നാൽ ഇവന്റെ ശബ്ദഘോഷം ഇങ്ങനെയുള്ളതാവാൻ വഴിയില്ല. തസ്യ ബാഹൂരുവേഗം ജാനിനാദം ജ മഹാത്മന നിശമ്യ ഹരയോ ഹൃഷ്ട സമുൽപേതുസ്തതസ്തത. ആ മഹാത്മാവിന്റെ കൈകൾ, തുടകൾ എന്നിവയുടെ ചലനവേഗത്തെയും ഗർജനത്തെയും കേട്ട് വാനരന്മാർ ആനന്ദത്താൽ മതിമറന്ന് അങ്ങുമിങ്ങും തുള്ളിച്ചാടി കളിച്ചു. തേ നഗാഗ്രാണി ശിഖരാണി ജ പ്രഹൃഷ്ട സമപദ്യന്ത ഹനുമന്തം ദദിക്ഷവ. അവർ ഹനുമാനെ കാണാനുള്ള ആഗ്രഹത്തോടെ ഉത്സാഹഭരിതരായി മരങ്ങളിലൂടെ വൃക്ഷശാഖകളിലൂടെ തുള്ളിച്ചാടി ഒത്തുകൂടി. തേ പ്രീതാപാദവാഗ്രേഷു ഗ്രഹ്യശാഖാസു പുഷ്പിത വാസാംസീവ മഹാർഹാണി ദുദുപൂർവാനരാസ്തത. ഉത്സാഹഭരിതരായ വാനരന്മാർ വൃക്ഷാഗ്രങ്ങളിൽ ഭംഗിയിൽ പൂത്തു നിന്നിരുന്ന ചെറുചില്ലകൾ പൊട്ടിച്ചെടുത്ത് വിലപ്പെട്ട വസ്ത്രങ്ങൾ എന്ന വിധം വീശി വാനരന്മാരുടെ ആഹ്ലാദ പ്രകടനം കാണിച്ചു എന്ന് സാരം. ഗിരിഗഹ്വരസം ലീനോ യഥാ ഗർജതി മാരുത ഏവം ജഗർജ ബലവാൻ ഹനുമാൻ മാരുതാത്മജ. പർവ്വത ഗുഹകളിൽ കടന്ന കാറ്റ് മുഴക്കത്തിൽ അലറും വിധം ബലവാനായ മാരുതി ഗർജിച്ചു. തമബ്രഗന സംഘാശം ആപദന്തം മഹാകവിം ദൃഷ്ട്വാ ദേവാനരാ സർവേ തസ്തു പ്രാഞ്ജലയസ്തത. അപ്പോൾ കാർമേഘതുല്യനായി ചാടി വരുന്ന ആ മഹാകവിയെ കണ്ട് വാനരന്മാരെല്ലാം കൈകൂപ്പി നിന്നു. തതസ്തു വേഗവാംസ്തസ്യ ഗിരേ നിരിനിവകവി നിവപാത മഹേന്ദ്രസ്യ ശിഖരേ പാദപാകുലേ. പർവ്വതതുല്യനും വേഗവാനുമായ കവിവരൻ വൃക്ഷനിബിഡമായ മഹേന്ദ്രഗിരിയിൽ വന്ന് ഇറങ്ങി. അക്ഷേണാപൂര്യമാണോ സൗരമ്യേ പർവ്വത നിർജ്ജരേ ചിന്നപക്ഷ ഇവാകാശാത് പപാധരണീധര. ആനന്ദം അലതല്ലുന്ന ഹൃദയത്തോടുകൂടി ഹനുമാൻ ചിറക് പർവ്വതം പോലെ ആകാശത്തിൽ നിന്ന് ചിറകറ്റ പർവ്വതം പോലെ ആകാശത്തിൽ നിന്ന് മനോഹരമായ കാട്ടാറിൽ വന്ന് ഇറങ്ങി. തതസ്തേ പ്രീതമനസാ സർവേ വാനരപുങ്കവ ഹനുമന്തം മഹാത്മാനം പരിവാര്യോപതസ്ഥിതേ. സന്തുഷ്ടചിത്തരായ വാനരെല്ലാവരും മഹാത്മാവായ ഹനുമാനെ ചുഴന്നുകൊണ്ട് അടുത്തുകൂടി. പരിവാരിജതേ സർവേ പരാം പ്രീതിമുപാഗതാഃ പ്രഹൃഷ്ടവദനാ സർവേ തമരോഗമുപാഗമൻ. പഴയ പോലെ അരോഗദൃഢഗാത്രനായി മുന്നിൽ നിൽക്കുന്ന ഹനുമാനെ കണ്ട് അതിപ്രീതരായ അവരെല്ലാം സന്തോഷ വികസിതമായ മുഖത്തോടെ അദ്ദേഹത്തെ തൊട്ടുനിന്നു.
ഉപായനാനി ജാതായ മൂലാനി ജബലാനി ജ പ്രത്യർച്ചയൻ ഹരിശ്രേഷ്ഠം ഹരയോ മാരുതാത്മജം. വാനരന്മാർ വായുപുത്രനായ കപിവീരന് കിഴങ്ങുകളും പഴങ്ങളും കാഴ്ചയായി കൊണ്ടുവന്ന് സൽക്കരിച്ചു. ഹനുമാംസ്തു ഗുരുൻ വൃദ്ധാൻ ജാമ്പവത് പ്രമുഖംസ്തദാ കുമാരമംഗതം ജൈവ സോവന്തത മഹാകവി. മഹാകവിയായ ഹനുമാനാകട്ടെ ജാമ്പവാൻ തുടങ്ങിയ പൂജ്യന്മാരെയും വൃദ്ധന്മാരെയും യുവരാജാവായ അംഗദനെയും വന്ദിച്ചു. സദാഭ്യാം പൂജിത പൂജ കവിഭിശ്ച പ്രസാദിത ദൃഷ്ട സീതേതി വിക്രാന്ത സംക്ഷേപേണ നവേദയത്. ആ രണ്ടുപേരാൾ പൂജിതനും, അതായത് ജാമ്പവാൻ അംഗദൻ, വാനരന്മാരാൾ പ്രസാദിതനും പരാക്രമിയും സംപൂജനുമായ ഹനുമാൻ ദൃഷ്ട സീതാദേവി കാണപ്പെട്ടു, കണ്ടു ഞാൻ ദേവിയെ എന്ന് മാത്രം ചുരുക്കത്തിൽ അറിയിച്ചു. ഹനുമാന്റെ പ്രത്യാഗമനം അധ്യാത്മരാമായണ കിളിപ്പാട്ടിൽ പറയാൻ നമുക്കൊന്ന് നോക്കാം. ത്രിഭുവനവും മുലയമുഹുരൊന്നലേറിയിടിനാൻ തീവ്രനാദം കേട്ടു വാനര സംഘവും കരുതുവിനിതൊരു നിനാദമാശു കേൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നിതു. പവനസുതനതിനു നഹി സംശയം മാനസേ പാർത്തുകാൺ കൊച്ച കേട്ടാലറിയാമതും. കപിനിവഹമിതി ബഹുവിധം പറയും വിധു കാണായിതദ്രീശിരസിവാതാത്മജം. കപിനിവഹ വീരരെ കണ്ടിതു സീതയെ കാകുൽസ്തവീരൻ അനുഗ്രഹത്താലഹം. നിശിചരവരാലയമാകിയ ലങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചിതു. വിബുധകുല വൈരിയാകും ദശഗ്രീവനെ വിസ്മയമമാറു കണ്ടു പറഞ്ഞിതു. ജഡിതി ദശരഥ സുതനൊടിക്കഥ ചൊല്ലുവാൻ ജാമ്പവതാദികളെ നടന്നിടുവിൻ. നിഷസാദജഹസ്തേന ഗൃഹീത്വാ വാലിനസുതം രമണീയേ വനോദേശേ മഹേന്ദ്രസ്യ ഗിരിസ്തഥാ. ഹനുമാൻ അബ്രവീദൃഷ്ടസ്തഥാ താൻ വാനരർഷവാൻ. സന്തുഷ്ടനായ ഹനുമാൻ ബാലിപുത്രനായ അംഗദന്റെ കൈപിടിച്ച് മഹേന്ദ്രപർവ്വതത്തിന്റെ മനോഹരമായൊരു വനപ്രദേശത്ത് ചെന്നിരുന്നു. അദ്ദേഹം ആ വാനരശ്രേഷ്ഠന്മാരോട് ഇപ്രകാരം പറഞ്ഞു. അശോകബനികാ സംസ്ഥാ ദൃഷ്ടാ സ ജനകാത്മജ ലക്ഷ്യമാണാസു ഘോരാഭി രാക്ഷസീഭി അനിനിന്ദിത. ഏകവേണീധരാ ബാല രാമദർശനലാലസ ഉപവാസ പരിശ്രാന്ത ജഡില മലിനാകൃശ. ജടകെട്ടിയ മുടി ഒന്നായി പിന്നിട്ടവളും, അതായത് ഏകവേണി പറയാൻ കാരണം, ഉപവാസത്താൽ ക്ഷീണിച്ച് മെലിഞ്ഞവളും അഴുക്കുപറ്റിയ മേനിയോട് കൂടിയവളും അനിന്ദിതയും രാമദർശന ഉത്സുകയും രാക്ഷസീ പരിരക്ഷിതയും അശോകവനത്തിൽ കഴിയുന്നവളുമായ ജനകനന്ദിനിയെ ഞാൻ കണ്ടു. തതോ ദൃഷ്ടേതി വചനം മഹാർത്ഥം അമൃതോപമം നിശമ്യമാരുതേ സർവേ മുദിതാ കമ്പയോഭവൻ. കണ്ടു മയാദൃഷ്ട എന്ന ഹനുമാന്റെ ആ അർത്ഥപൂർണവും അമൃതോപമവുമായ വാക്കുകേട്ട് വാനരന്മാരെല്ലാം ആനന്ദബദ്ധരായി തീർന്നു. ക്ഷേളന്ത്യന്യേ നദന്ത്യന്യേ ഗർജന്ത്യന്യേ മഹാബല ചക്രൂകിലാകിലാമന്യേ പ്രതിഗർജതി ജാവരെ. ബലവാന്മാരായ ചില കവികൾ തുള്ളിച്ചാടി, വേറെ ചിലർ കിലുകിലാരവം പുറപ്പെടുവിച്ചു, ചിലർ ഇടിവെട്ടും മട്ടിൽ അട്ടഹസിച്ചു, മറ്റു ചിലർ അത് ഏറ്റുവിളിച്ചു. കേചിത് ഉച്ഛിതലാങ്കൂല പ്രഹൃഷ്ട കവികുഞ്ചരാഹ അഞ്ചിതായത ദീർഘാണി ലാങ്കൂലാനി പ്രവിവ്യതുഹു. സന്തോഷത്താൽ മതിമറന്ന ചില വാനരവീരന്മാർ തടിച്ച് നീണ്ട വാൽ പൊക്കിപ്പിടിച്ച് ചോറ്റിക്കൊണ്ടിരുന്നു. അവരേജ ഹനുമന്തം വാനരാവാനരോ അവരേജ ഹനുമന്തം വാനരാവാരണോപമം ആപ്ലുത്യ ഗിരിശൃംഗേഭ്യ സംസൃശന്തി സ്മ ഹർഷിതാഹ. ചില വാനരന്മാർ ഗിരിശൃംഗങ്ങളിൽ നിന്ന് ചാടി വന്ന് ഗജതുല്യ ശരീരനായ ഹനുമാനെ ആഹ്ലാദപൂർവം ആലിംഗനം ചെയ്തു. ഉക്തവാക്യം ഹനുമന്തം അംഗതസ്തമദാബ്രവീത് സർവേഷാം ഹരിവീരാണാം മധ്യേവ ജനമുത്തമം. സർവ്വവാനരന്മാരുടെയും മധ്യത്തിൽ നിന്ന് എല്ലാവരും കേൾക്കെ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ച ഹനുമാനെ നോക്കി അംഗദൻ ഉചിതമായ വിധം ഇങ്ങനെ പറഞ്ഞു. സത്വേ വീര്യേന ദേഹസ്യ സമോ വാനര വിദ്യതേ യഥവപ്ലുത്യ വിസ്തീർണം സാഗരം പുനരാഗത. ഏ വാനര, വിശാലമായ സമുദ്രം ചാടിക്കടന്ന്
അവിടെ എത്തി മടങ്ങി വന്ന അങ്ങേക്ക് തുല്യനായി ബലത്തിലും വീര്യത്തിലും ഒരുത്തനും ഇല്ല തന്നെ. അഹോ സ്വാമിനി ദേ ഭക്തി, അഹോ വീര്യമഹോ ധൃതി, ദൃഷ്ടാ ദേവി രാമപത്നി യശസ്വിനി. അങ്ങയുടെ സ്വാമി ഭക്തിയും വീര്യവും ധൈര്യവും അത്ഭുതകരം തന്നെ. ദൈവാനുഗ്രഹത്താൽ അങ്ങയ്ക്ക് യശസ്വിനിയും ദേവിയുമായ രാമപത്നിയെ കാണുവാൻ കഴിഞ്ഞു. ദൃഷ്ട്യാ തക്ഷതികാഗുസ്ത ശോകം സീതാവിയോഗജം. ഭാഗ്യം തന്നെ. ഇത് കേട്ട് രാമൻ സീതാവിയോഗ ദുഃഖം വെടിയും. തതോ അംഗദം ഹനുമന്തം ജാമ്പവന്തം ജവാനര പരിവാര്യ പ്രമുദിത വേജരേ വിപുലാശിരാഹ. അംഗദൻ, ഹനുമാൻ, ജാമ്പവാൻ എന്നിവർക്ക് ചുറ്റും സന്തോഷഭരിതരായ വാനരന്മാർ വിശാലമായ പാറകളിൽ ഇരിപ്പുറപ്പിച്ചു. ഹനുമാന്റെ യാത്രാവിവരണം കേൾക്കാനുള്ള താല്പര്യം അവരുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു. എല്ലാവരും ഉത്കണ്ഠയോടുകൂടി ചുറ്റും കൂടിയിരിക്കുകയാണ്. ശ്രോതുകാമ സമുദ്രസ്യ ലംഘനം വാനരോത്തമ ദർശനം ജാവിലങ്കായ സീതായ രാവണസ്യ ജ തസ്തു പ്രാഞ്ജലയ സർവേ ഹനുമദ് വദനോന്മുഖ. വാനരവീരന്മാരെല്ലാവരും സമുദ്രലംഘനം, ലങ്കയുടെയും സീതാദേവിയുടെയും രാവണന്റെയും ദർശനം എന്നിവയെക്കുറിച്ച് കേൾക്കാൻ കൊതി പൂണ്ട് കൂപ്പുകൈയോടെ ഹനുമാനെ നോക്കി നിന്നു. തസ്തോ തത്രാംഗത ശ്രീമാൻ വാനരേ ബഹുവിവൃത ഉപാസ്യമാനോ വിബുധേർ ദിവിദേവപതിർയത. അപ്പോൾ അനേകം വാനരന്മാരാൽ സേവിക്കപ്പെടുന്ന ഐശ്വര്യവാനായ അംഗദൻ ദേവലോകത്തിൽ ദേവന്മാരാൽ ഉപാസിക്കപ്പെടുന്ന ദേവേന്ദ്രനെ പോലെ വിളങ്ങി. ഹനുമതാ കീർത്തിമത യശസ്സിന തദാംഗദേന ഗതബദ്ധബാഹുന മുദാ തഥാധ്യാസിതമുന്നതം മഹത് മഹീതരാഗ്രം ജ്വലിതം ഷിയാ ഭവേത്. ഹനുമതാ കീർത്തിമത യശസ്സിന രഥാംഗദേനാംഗത ബദ്ധബാഹുന മുദാ തഥാധ്യാസിതമുന്നതം മഹത് മഹീതരാഗ്രം ജ്വലിതം ഷിയാ ഭവേത്. കീർത്തിമാനായ ഹനുമാൻ, തോൾവളയണിഞ്ഞ കൈകളോടുകൂടിയ അംഗദൻ എന്നിവർ ഇരിക്കുന്ന സമുന്നതമായ പർവ്വതശിഖരം ഐശ്വര്യവും തേജസ്സും ചേർന്ന് ജാജ്വല്യമാനമായി തീർന്നു. ഇത്യാശ്രയ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ സുന്ദരകാണ്ഡേ സപ്തപഞ്ചാശ സർഗ. 57ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇനി ലങ്കയിൽ നടന്ന വൃത്താന്തത്തെ വിവരിക്കുന്നതാണ് അടുത്ത അധ്യായത്തിൽ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.